യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഓഷ്യൻ സ്റ്റാർ കുടുംബത്തിൽ നിന്ന് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ, പ്രത്യേകിച്ച് ഓഷ്യൻ സ്റ്റാർ എന്ന നമ്മുടെ നാഥയുടെ സ്വർഗാരോഹണ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ദൈവം നൽകുന്ന വാഗ്ദാനത്തിന് തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ അതൊരു വലിയ ഒരു അന്തരം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ ദൈവം അബ്രഹാത്തെ വിളിച്ചിട്ട് മണൽത്തരി പോലെ ആകാശത്തിലെ നക്ഷത്രം പോലെ നിന്നിൽ നിന്ന് ജനതകൾ രൂപപ്പെടുമെന്ന് പറഞ്ഞു. ചിന്തിക്കാനേ പറ്റിയില്ല, വിശ്വസിക്കാനോ ഭയങ്കര പ്രയാസം. പക്ഷെ അബ്രഹാം വിശ്വസിച്ചു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോഴും പ്രത്യക്ഷത്തിൽ നമ്മുടെ സാഹചര്യം വളരെ പരിതാപകരമാണ്, വളരെ വേദനാജനകമാണ്. നമുക്ക് ഒരുപാട് വേദനകളും സങ്കടങ്ങളും ഇതിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ദൈവത്തെ വിശ്വസിക്കുക പലപ്പോഴും അസാധ്യമാണ്. നമ്മുടെ തന്നെ സ്വഭാവവും നമ്മുടെ തന്നെ പ്രവൃത്തികളും പോലും ദൈവമേ, നിന്റെ മഹത്വത്തിന് എന്നെ ഒരിക്കലും ഒരുമിപ്പിക്കുന്നില്ലല്ലോ, ചേർക്കുന്നില്ലല്ലോ, അതിനോട് ബന്ധപ്പെടാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പോലും തോന്നിപ്പോകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് അതിജീവിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അപ്പോസ്തലൻ പറയുന്നത്, കർത്താവേ, ഞങ്ങൾക്ക് ഇതിനോടകം ഞങ്ങളുടെ കഴിവ് കൊണ്ട് പറ്റുന്നില്ല, എന്നാൽ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഇത് കഴിയും എന്ന് പറയുക. പരിശുദ്ധമായ ജീവിതത്തിലും ഒരുപാട് വിഷമങ്ങളും ഭാരങ്ങളും ആകുലതകളും ഒക്കെ നമ്മളെക്കാളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാലങ്ങളിലും അവൻ വിശ്വസിച്ചു എന്നത് ആദ്യ പ്രവൃത്തിയാണെങ്കിൽ, വിശ്വാസത്തിൽ നിലനിന്നു എന്ന കഠിനമായൊരു സമർപ്പണത്തിന് തന്നെ ദൈവത്തിന് അർപ്പിച്ചു. നമുക്ക് അറിയാം, ഒരു കാര്യം പറയുന്നത്, വിശ്വസിക്കുക എന്നത് വളരെ പ്രയാസമുള്ള വിഷയമല്ല. അതിന് ചെറിയ ഒരു സമ്മതം മാത്രം മതി. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നത് കഠിനമായ അധ്വാനം നിലനിൽക്കുക എന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഉണ്ടാകുന്ന കുറേയധികം നാൾ നീണ്ടു നിൽക്കുന്ന സഹനങ്ങൾ, ചോദ്യം ചെയ്യപ്പെടലുകളെ നമ്മൾ സ്ഥിരതയോടെ നിന്ന് അതിജീവിക്കുക എന്നത് വളരെ വേദനാജനകമായ, അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ്. വേദന മാത്രമല്ല അതിൻ്റെ അത് നമ്മുടെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രബൽ കഠിനമായി പരിശോധിക്കപ്പെടും എന്ന്. വാസ്തവത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ വിചാരിക്കും, നമുക്കുള്ള അറിവിനെയും ശക്തിയെയും ഒക്കെയാണ് ഇങ്ങനെ പരിശോധിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ദൈവം ജനിക്കുമ്പോൾ ഒരു ആത്മാവിന്റെ മേൽ കൃപ വർഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെതാണ് തിരഞ്ഞെടുപ്പും വിളിയും. ദൈവം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഇവൻ ആരായിത്തീരണം എന്ന ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പിന് ആവശ്യമായ കൃപകളും ദൈവം നൽകുന്നുണ്ട്. ഈ കൃപാവരത്തെയാണ് പിശാച് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുക. അതായത് പിശാച് അതിനെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ പ്രലോഭിപ്പിക്കുക കൃപയാണ്. അതുകൊണ്ട് കൃപ ലഭിച്ചവൾ നിനക്ക് സ്തുതി എന്ന് മാലാഖ മറിയത്തോട് പറയുന്നുണ്ട്. നമുക്ക് ഈ കൃപയുണ്ട്. ഈ കൃപയിൽ നിലനിൽക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെയും വിളി. നമ്മൾ ഈ കൃപയിൽ എപ്പോഴും ദൈവത്തിന്റെ പ്രചോദനങ്ങളോട് സഹകരിക്കുക, അങ്ങനെ നമ്മുടെ അനുസരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഇവിടെയാണ് പരിശുദ്ധ അമ്മയായ മറിയം നമുക്ക് ഉത്തമ മാതൃകയാകുന്നത്. എല്ലാ സമയത്തും എല്ലാ തരത്തിലും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്താലും അവിടെയെല്ലാം ദൈവത്തെ വിശ്വസിക്കാനും ദൈവത്തിൽ ശരണം വെക്കാനും ദൈവത്തോട് ഒത്തുനിൽക്കാനും, അങ്ങനെ ആ പരീക്ഷണങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിജയിക്കുവാനും നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം തന്റെ പുത്രനായ ഈശോ മിശിഹ വഴി മറിയത്തെ മഹത്വപ്പെടുത്തി എന്നുള്ളതിൽ നമുക്ക് വലിയ സാധ്യത ഈ അനുസരണത്തിനാണ് ഇരിക്കുന്നത്. ദൈവത്തെ അവസാനം വരെ വിശ്വസിച്ചതിൽ നിലനിന്നുകൊണ്ട് വിജയിപ്പിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയാവട്ടെ. അപ്പോൾ തീർച്ചയായും നമ്മുടെ അമ്മയായ മറിയത്തെ പോലെ അവിടുന്ന് അമ്മയും മഹത്വപ്പെടുത്തുകയും നിത്യ സൗഭാഗ്യത്തിൽ ഒന്നാക്കി തീർക്കുകയും ചെയ്യും. മാമോദിസ വഴി നമുക്ക് എല്ലാവർക്കും ഈ വിളിയാണ് ലഭിച്ചിരിക്കുക. നമ്മൾ എല്ലാവരും ഇതിന്റെ ഭാഗങ്ങളാണ്. ഈശോയുടെ മഹത്വത്തിൽ ഒന്നായി തീർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പരസ്പരം മുമ്പോട്ട് യാത്രയാവാൻ ഇടയാവട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും പരിശുദ്ധ അമ്മയെ പോലെ മഹത്വപ്പെടുത്തട്ടെ. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിന്റെ ആശംസകൾ നേരുന്നു.